ലൈം ജ്യൂസ് ഇഷ്ടമില്ലാത്തവരായിട്ട് അധികാരം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. നമുക്ക് മറ്റേത് ജ്യൂസിനേക്കാളും കുടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഉന്മേഷം കിട്ടുന്നത് ലൈം ജ്യൂസ് കുടിക്കുമ്പോൾ തന്നെയാണ്. വേനൽക്കാലത്തും അതുപോലെ നോമ്പ് മുറിക്കുന്ന സമയത്തും ഒക്കെ നമുക്ക് മിക്ക ആൾക്കും കുടിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളത് ഈ ലൈം ജ്യൂസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് പലതരത്തിൽ ഇത് ഉണ്ടാക്കാം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മുന്തിരി വെച്ചിട്ടുള്ളൊരു ലൈം ജ്യൂസാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് മുന്തിരി ചേർത്ത് കൊടുക്കാം. സാധാരണ മുന്തിരി ജ്യൂസ് പോലെ ഒരുപാട് മുന്തിരി എടുക്കരുത്, വളരെ കുറച്ച് മുന്തിരി മാത്രം എടുക്കുക. ഞാനിവിടെ ഒരു 1/4 കപ്പോളം മുന്തിരി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുനാരങ്ങയാണ് ചേർക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുനാരങ്ങ നീര് ചേർക്കാം. ഞാനിവിടെ ചെറുനാരങ്ങ അതുപോലെ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടാണ് ചേർക്കുന്നത്. ഇത് കണ്ടില്ലേ, ഒരു 4 കഷ്ണം ചെറുനാരങ്ങ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൊലി കയ്പുള്ള ചെറുനാരങ്ങ ഉണ്ടാവും ചിലതൊക്കെ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നീര് മാത്രം എടുത്തിട്ട് ഇടാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നല്ല കയ്പായിരിക്കും. അപ്പോൾ നമുക്കിനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത വെള്ളം 1.5 കപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിത് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത വെള്ളമാണ്. ലൈം ജ്യൂസിന് എപ്പോഴും നല്ല തണുത്ത വെള്ളം ചേർത്തെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിലേക്കൊരു 1-2 ഐസ് ക്യൂബ്സും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. മുന്തിരിയുടെ തൊലിയൊക്കെ ഉണ്ടാവും, അതുകൊണ്ടൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ലൈം ജ്യൂസ് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി മുന്തിരി ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 പുതിന ഇല ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടും ഉണ്ടാക്കാം. അതേപോലെ നമുക്കിതിൽ വെള്ളത്തിന് പകരം കുറച്ച് വെള്ളം ചേർത്ത് അടിച്ചിട്ട് സോഡ ചേർത്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്